അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളുകളായി നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ബാക്കി വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. അട നമ്മൾ നല്ലോണം തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുണ്ടോ ഇങ്ങനെ വേറിട്ട് ആക്കിയിട്ട് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകവും ഏലക്കയും പൊടിച്ചത് കൊണ്ട് ഇത്രയും സംഭവങ്ങൾ മതി കേട്ടോ നമുക്ക് പായസം. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1/2 kg കണക്കിലോട്ട് നമ്മൾ 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് മൂത്ത് വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് കഴിഞ്ഞു പോകും കേട്ടോ. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നേ ഞാൻ ഈ അണ്ടിപ്പരിപ്പും കൂടി ഇതിടുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പം തേങ്ങാക്കൊത്തും വറുത്തെടുത്ത് ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ ഈ അടയും കൂടി ഇട്ടിട്ട് നല്ലോണം നമ്മൾ വറുത്തി എടുക്കുവാണ്. നെയ്ക്കാളും കൂടെ നെയ്യിട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം അടയും നെയ്യും. അത് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. നമ്മുടെ പശുമ്പാലാണ്, തേങ്ങാപ്പാലല്ല. നമ്മൾ എടുത്ത് വെച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പാൽ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മളില്ലേ പായസത്തിന് ആ വെള്ളത്തിൻ്റെ ആ കുട്ടലെല്ലാം പോകാൻ വേണ്ടി ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടിച്ച് പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി നമ്മൾ കുറുക്കിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏലക്കായും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കാണുന്ന ഈ കറുത്ത സാധനം എന്താണെന്നറിയോ, നമ്മൾ തേങ്ങ വറുത്തപ്പം 2-3 പീസ് ഇതിനകത്തായി പോയിട്ടോ, അതാണ്. ഇപ്പം ഞാൻ ജീരകവും ഏലക്കായും പൊടിച്ചതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തോട്ട് നമുക്ക് തേങ്ങാക്കൊത്തും മറ്റേ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ല കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ പായസത്തിൽ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി കേട്ടോ. ഒറ്റ ശ്വാസത്തിൽ പായസം ഉണ്ടാക്കി നമ്മൾ പപ്പടം വറുത്തു. പിന്നെ പഴം ഇവിടെ ഇരിപ്പുണ്ടാവുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള പഴവും പപ്പടവും പായസവും കൂടി കഴിക്കണം. നമ്മൾക്ക് ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ഇത് കിട്ടും. ഇതുണ്ടോ നല്ല കുഞ്ഞടയാണ്. അപ്പം ഞാൻ എങ്ങനെ കഴിക്കുന്നതെന്ന് കാണിക്കാവേ. സ്പൂണൊന്നും ആവശ്യമില്ല. പാത്രത്തിലോട്ട് പായസം ഇട്ട് കൊതി വരും. ഈ പപ്പടം ഇതിൻ്റെ മുകളിൽ പൊടിച്ചിട്ട് ഒരു പഴം ഇട്ട്, പഴം ഇച്ചിരി പഴുപ്പ് കുറവാന്ന് പറഞ്ഞായിരുന്നു, നാളത്തേക്കേ ആവുള്ളൂ. അപ്പോൾ പഴവും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ പൊടിച്ച് കുഴച്ച് ഇങ്ങനെ കഴിക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഴം ഇച്ചിരി വഴുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എല്ലാവർക്കും തരണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ തരാൻ പറ്റില്ലല്ലോ. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊന്ന് കഴിച്ചിട്ട് വേണം. പൊളിയോ ഇങ്ങനെ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന ഈ പഴത്തിന് ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ടാറ്റാ.